ഹായ് ഗായ്സ്. ഹലോ ഗായ്സ്. അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ ഒഫീഷ്യലി തുടങ്ങി. നമുക്ക് തന്നെ ഒഫീഷ്യൽ ലോഞ്ചോ സെലിബ്രിറ്റി ഇവന്റോ ഒന്നുമില്ല. നമ്മൾ തീരുമാനിച്ചു ഏറ്റവും അൺഒഫീഷ്യലായിട്ടും ഏറ്റവും കാഷ്വലായിട്ടും ചെയ്യുന്നതാണ് ഒരു ഭംഗി എന്നുള്ളത് നമ്മളങ്ങ് സ്വയം തീരുമാനിക്കും. അല്ലെങ്കിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ആരും അങ്ങനെ വലിയ ക്രിട്ടിക്സ് ഒന്നുമില്ല. പക്ഷേ റെഗുലർലി വാച്ച് ഫിലിംസ്, നമ്മൾ എൻജോയ് ചെയ്യുന്നു. സിനിമ ഒരു ഫാൻസ് ആണ് ശരിക്കും അല്ലെ ഫിലിമിന്റെ. അതെ. കാര്യം ഈ പറഞ്ഞ പോലെ ആരും അതോറിറ്റേറ്റീവ് ആയിട്ട് സംസാരിക്കാൻ ഉദ്ദേശിച്ചല്ല ഈ ചാനൽ തുടങ്ങിയത്. കാരണം നമ്മൾ സിനിമകൾ സ്ഥിരമായി കാണുന്ന ഞങ്ങളുടെ ഈ 3 പേരുടെ ഒരു സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് സിനിമയിൽ കൂടെ കണക്റ്റഡുമാണ്. അപ്പോൾ അങ്ങനെ സിനിമകളെ കുറിച്ച് നമ്മൾ കണ്ട് അപ്പം തന്നെ സംസാരിക്കുക എന്നുള്ള തീരുമാനത്തിലാണ് ഇന്ന് നമ്മളിപ്പോൾ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും കണ്ടിറങ്ങി ഇത് ആദ്യമായിട്ട് നമ്മൾ ഒരു സിനിമയെ കുറിച്ച് സംസാരിക്കാൻ പോകും. നമ്മൾ ശരിക്കും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് തന്നെ വിത്തോട്ടിലേക്ക് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. സോ ബേസിക്കലി പറഞ്ഞാല് നമുക്ക് അരുണിന്റെ അടുത്ത് തന്നെ തുടങ്ങാം. നമ്മുടെ കൂട്ടത്തിൽ കുറച്ചെങ്കിലും ഒക്കെ ടെക്നിക്കൽസ് മനസ്സിലാവുന്ന ഒരു മനുഷ്യനാണ്. സോ എന്താണ് താങ്കൾക്ക് ആ ഫിലിമിന്റെ ഫസ്റ്റ് സിനിമ? എനിക്ക് പേഴ്സണലി ഒരു ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അത് ഡെഫിനറ്റ്ലി ഉണ്ട്. പിന്നെ ടെക്നിക്കാലിറ്റീസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ രാജീവ് രവി എന്ന് പറയുന്ന ഒരു ഛായാഗ്രഹകനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പലപ്പോഴും ഭയങ്കര നമ്മൾ അധികം ശ്രദ്ധിക്കാത്തൊരു ഏരിയ ആണ് സിനിമോട്ടോഗ്രാഫി പലപ്പോഴും. കാരണം സിനിമോട്ടോഗ്രാഫി നമുക്ക് പലപ്പോഴും ഭയങ്കര കളേഴ്സും ഭയങ്കര ഫ്രെയിംസും ആണ്. പക്ഷെ ഒരു സാധനത്തിനെ നാച്ചുറലായിട്ട് തോന്നിപ്പിക്കുക എന്ന് പറയുന്നതും ഒരു സിനിമോട്ടോഗ്രാഫിയുടെ വിജയമാണ്. എനിക്ക് അത്രയും ടെക്നിക്കൽ സാധനം അറിയില്ല, ബട്ട് വളരെ നാച്ചുറൽ. ലൈറ്റ്സ് ഒക്കെ അങ്ങനെ ഭയങ്കര കളർഫുൾ, കണ്ണിൽ പിടിക്കുന്ന സാധനമൊന്നും തോന്നിയില്ല അല്ലേ? ബട്ട് ദർ ഇസ് വൺ ഷോട്ട്. ഒരു അമ്പലത്തിന്റെ ഒരു സൈഡിൽ ഒരു പോലീസ് സ്റ്റേഷനിലാണ് സ്റ്റോറി നടക്കുന്നത്. അപ്പൊ അമ്പലത്തിലെ ഉത്സവത്തിന് ഈ കതിനെ പൊട്ടുന്നുണ്ട്. രാത്രിയാണ് ഈ കതിനെ ഇങ്ങനെ മുകളിൽ പോയി പൊട്ടുമ്പോൾ അതിന്റെ ലൈറ്റില് ആക്ച്വലി പകലാവുന്നു. ഒരു ഡേ ട്രാൻസിഷൻ നടക്കുന്നു, വിച്ച് വാസ് ലൈക്ക് ബ്രില്യന്റ്. അതാ അവിടെയാണ് ഈ പറഞ്ഞ പോലെ ഒരു എഡിറ്റിംഗിന്റെ മികവ് നമ്മൾ കാണുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം 3 പ്രധാനപ്പെട്ട ആളുകളുടെ ഒരു കോമ്പിനേഷൻ ഉണ്ട് അവിടെ. അതായത് പലപ്പോഴും നമ്മൾ മിസ് ഔട്ട് ആവുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ എഡിറ്റർ എന്ന് പറയുന്ന ഒരാളുടെ ഇത് പലപ്പോഴും മിസ്സാവും. ഇതിൽ ഡെഫിനറ്റ്ലി എഡിറ്ററിന്റെ ഭയങ്കര കഴിവ് പല ഏരിയകളിലും കാണുന്നുണ്ട്. നമുക്ക് കഥ പറയാൻ പറ്റില്ലല്ലോ, പക്ഷെ എന്നാൽ പോലും നിങ്ങൾ സിനിമ കാണുമ്പോൾ അത് ചിലയിടത്ത് നമുക്ക് ഫീൽ ചെയ്യും. ആ ട്രാൻസിഷൻ അല്ലെങ്കിൽ ഒരു സീനിൽ നിന്ന് മറ്റേ സീനിലോട്ട് പോകുന്നത് പെട്ടെന്നാണ് കട്ടുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്കൊരു രീതിയിലും ബോറടിക്കുന്നില്ല. എന്റെ ഒരു ഒപ്പീനിയനിൽ ഐ എം വെരി ഹാപ്പി ദാറ്റ് വി ഹാവ് എ ഡയറക്ടർ ലൈക്ക് ദിലീഷ് പോത്തൻ. ഫസ്റ്റ് ഫിലിം ഓക്കെ, സെക്കൻഡ് ഫിലിമിലും നമുക്ക് 3 പ്രധാന നടന്മാരുടെ പെർഫോമൻസുകൾക്ക് പ്രത്യേകം കമന്റ് ചെയ്യേണ്ടി വരും. ലൈക്ക് സുരാജ് വെഞ്ഞാറമൂട് വാസ് വെരി ഗുഡ്, ഫഹദ് ഫാസിൽ വാസ് ബ്രില്യന്റ് ആൻഡ് സോ വാസ് അലൻസിയർ അല്ലെ? ഒരു അതിൽ കുറച്ച് പോലീസുകാരുടെ ഒരു ടോർച്ചറിങ് സീനൊക്കെ ഉണ്ട്. അതിന്റെ എനിക്ക് വേദന അടിച്ചു. ഐ മീൻ ആ സിനിമയില് കൈ ഇങ്ങനെ തിരിക്കുന്ന സീനില് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ വേദന കണ്ടുകൊണ്ടിരുന്ന ഫീൽ ചെയ്തു. അപ്പൊ അരുൺ പറയായിരുന്നു അത് ഫഹദ് എന്ന നടൻ അത് നമ്മൾ അഭിനയിച്ച് ഫലിപ്പിച്ചതാണ് നമുക്ക് ആ വേദന ഫീൽ ചെയ്യുന്നത് അല്ലെ? അത് മാത്രമല്ല, ഇപ്പൊ നമ്മളൊരു ഒരു സീൻ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സിനിമാക്കാരൻ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എനിക്ക് പറയാൻ പറ്റും. കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നടന്മാരെ കൊണ്ട് അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത്. കാര്യം അത് പറഞ്ഞു കൊടുത്തിട്ട് എനിക്കിതാണ് വേണ്ടത് എന്നുള്ള ഒരു ലെവലിലാണ്. അവിടെയാണ് സംവിധായകന്റെ വിജയം ഈ സിനിമയിൽ. ഇനി എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടലി അഗ്രി വിത്ത് യു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞു വന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അദ്ദേഹം ഈ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസിൽ ശ്രദ്ധിച്ച് തന്നെ പോവുകയാണെങ്കിൽ വി ഹാവ് എ വെരി ഫൈൻ ഡയറക്ടർ ഇൻ ദിലീഷ് പോത്തൻ അല്ലേ? അത് മാത്രമല്ല, എല്ലാ ആക്ടേഴ്സിനെയും അവർ അഭിനയിക്കേണ്ട ആ ക്യാരക്ടറിൽ തന്നെ ആ ഡയറക്ടർ നിർത്തിയിട്ടുണ്ട്. ആരെയും ഒരു ലിമിറ്റ് വിട്ട് എക്സ്പ്രഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിലും പുള്ളി കൺട്രോൾഡ് ആയിട്ട് അഭിനയിപ്പിച്ചിട്ടുണ്ട്. സുരാജ് വെഞ്ഞാറമൂടൊക്കെ ഫുള്ളി കൺട്രോൾഡ് ആയിരുന്നു. സുരാജ് വെഞ്ഞാറമൂട് ഇല്ല അതല്ല, പ്രസാദ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് വിച്ച് വാസ് നൈസ്. ആൻഡ് മറ്റേ പെണ്ണിന്റെ നായികയുടെ അച്ഛൻ കഥാപാത്രം ഒരു സീനില് സുരാജിന്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. അതിൽ പുള്ളിക്കാരൻ്റെ അങ്ങനെ അത് ഒരുപാട് അഭിനയിച്ച് നമ്മൾ കണ്ടിട്ടുള്ള എന്നാലും കണ്ടിട്ടുണ്ട്. ബട്ട് പുള്ളിക്കാരന്റെ ആ ചെറിയ മൈന്യൂട്ട് സാധനങ്ങൾ പോലും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ദ മെയിൻ ക്യാരക്ടേഴ്സ് റൈറ്റ്? മാത്രമല്ല വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ കാണുന്ന ഒരുപാട് സിനിമകളിൽ ഇപ്പൊ പറയുന്ന നായിക എന്ന് പറയുന്നത് ഫ്ലോലെസ് ആണ്. സ്കിൻ ആയാലും ലുക്ക് ആയാലും, അതായത് സാധാരണക്കാരിയായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ പോലും മറ്റേ മേക്കപ്പ് ഒക്കെ ചെയ്ത് കാട്ടിന്റെ അകത്ത് നമ്മൾ കാട്ടിന്റെ അകത്ത് പിരികൊക്കെ പ്ലക്ക് ചെയ്ത് വന്ന നടിയായിരുന്നു. ഇതിപ്പോ ശരിക്കും ആ നായിക എന്ന് പറയുന്ന ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന എന്നുള്ളത് നമുക്ക് ശരിക്കും അത് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. വേറൊരു കാര്യം, ഒരു കോൺഷ്യസ് ആയിട്ട് നായികനെ ഒരുപാട് സുന്ദരിയാക്കാതെ അല്ലെ, ഒരു സാധാരണക്കാരിയുടെ ലുക്ക് നിർത്തിയിട്ടുണ്ട്. അതെ ഡെഫിനറ്റ്ലി. അത് മാത്രമല്ല ഇപ്പൊ എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഒരിടത്ത് പോലും ഇപ്പൊ നമ്മളിപ്പോ ഇപ്പോഴത്തെ സിനിമകളിൽ ഒരു മെജോറിറ്റി സിനിമകൾ കാണുമ്പോൾ തമാശ എന്ന് പറയുന്നത് സിറ്റുവേഷണൽ പോലും അല്ലാതെ തമാശയ്ക്ക് വേണ്ടി തമാശ കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ ഇതെന്ന് പറയുന്നത് നമ്മളൊക്കെ ഇടയിൽ സംസാരിക്കുമ്പോൾ സംഭവിക്കുന്ന പോലത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അവര് തമാശ പറയുന്നത്
അതെല്ലാം വളരെ നാച്ചുറലാണ്. നാച്ചുറൽ മാത്രമല്ല റിയലിസ്റ്റിക്കുമാണ്. കാര്യം നമ്മുടെ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നിരുന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം രാത്രി അല്ലെങ്കിൽ ഒരു വൈകുന്നേരം പോയി ഈ പറഞ്ഞ പോലെ ലൈസൻസ് എടുക്കാതെ പോയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മദ്യപിച്ച് വണ്ടി ഓടിച്ചിട്ടോ ഒക്കെ പോകുന്ന ആൾക്കാർ അവിടെ ഇരുന്ന് അവരുടെ അടുത്ത് ഈ പോലീസുകാർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, പിന്നെ ഇതിന്റെ ഇടയിൽ അടിപിടി കേസ്, അങ്ങനത്തെ പല കാര്യങ്ങളുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പല ആൾക്കാരും വരാറുണ്ട്. ശരിക്കും ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടാണ് നടക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലും പോലീസ് സ്റ്റേഷന്റെ അകത്ത് ഉള്ളത് പോലത്തെ ഒരു സൗണ്ടിങ് തോന്നിയില്ല. അല്ല, ഇവര് പറഞ്ഞാണ് പോലീസ് സ്റ്റേഷൻ. അതെ, വിഷ്ണുവിനെ ബട്ട് അഗൈൻ ഓൾ ഇൻ ഓൾ ഫിലിം ഇസ് വെരി ഫ്രഷ് ഫ്രം മൈ പോയിന്റ് ഓഫ് വ്യൂ. ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആക്ടേഴ്സിന്റെ പെർഫോമൻസസ്. ഈവൻ ചെറിയ റോളിൽ വന്നതും പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ 3 പേര്. സുരാജ് പൊളിച്ചു, ഫഹദ് ഫാസിൽ വാസ് എക്സ്ട്രീംലി ബ്രില്യന്റ് ആൻഡ് സോ വാസ് അലൻസിയർ. കുട്ടി ക്യാരക്ടേഴ്സ് പോലും നല്ലതായിരുന്നു. അതിന്റെ ക്രെഡിറ്റ് എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ്ലി ഡയറക്ടർ എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ഡയറക്ടറുടെ ഈ പറയുന്ന പോലെ എല്ലാ ആക്ടേഴ്സിനെയും അവരവരുടെ ക്യാരക്ടറിൽ നിർത്തി അഭിനയിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരാളെയും ഒരു ലിമിറ്റ് എക്സീഡ് ചെയ്യാനോ ഒന്നും സമ്മതിച്ചിട്ടില്ല പുള്ളി. ഗുഡ് ഫിലിം ടു ഗോ ആൻഡ് വാച്ച്. അതെ, അപ്പൊ എനിക്ക് പറയാനുള്ളത് എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊരു കാര്യമുണ്ട്, നമ്മളെല്ലാവരും നെറ്റിലെ റിവ്യൂകൾ വായിച്ചും, അപ്പൊ ഞങ്ങൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇതൊരു സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയുന്ന ഒരു സാധനമായിട്ട് മാറാതെ ഞങ്ങൾക്ക് എന്ത് തോന്നി സിനിമ കണ്ടിട്ട് ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. കാരണം നിങ്ങളാണ് പോയി കാണാൻ. നമുക്ക് തന്നെ പല നല്ല സിനിമകളിൽ നിന്ന് സർട്ടിഫൈ ചെയ്ത ചില സിനിമകൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുപോലെ തന്നെ തിരിച്ചും. സോ നമ്മൾ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ട. പല സിനിമകളും നമുക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ പോയി കാണുക. ആൻഡ് നമ്മുടെ ഒരു അഭിപ്രായത്തില് തൊണ്ടിമുതലും ദൃക്സാക്ഷിയും ഇസ് എ വെരി ഗുഡ് ഫിലിം, അല്ലെ? മസ്റ്റ് വാച്ച്. അതെ, അപ്പൊ അത് മാത്രമല്ല, നമ്മളിത് തീരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയാമെന്ന് വിചാരിച്ചു. കാരണം ഞാനും കുറച്ച് എഴുതുന്ന ഒരാളായതുകൊണ്ട് ഒരു സ്ക്രിപ്റ്റിന്റെ ലെവലിൽ അല്ലെങ്കിൽ ഒരു തിരക്കഥയുടെ ലെവലിൽ അതിന്റെ സംഭാഷണങ്ങളും എല്ലാം വളരെ നല്ലതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ കാണുന്ന ഒരുപാട് സിനിമകളിലുള്ള ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സാധനം അതിലില്ല. പിന്നെ അത് മാത്രമല്ല വൾഗർ കമന്റ്സോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും അതിനകത്ത് മനഃപൂർവ്വം ഫോഴ്സ്ഫുള്ളി ഈവൻ പോലീസുകാരുടെ ലാംഗ്വേജ് പോലും അതിനകത്ത് ബീപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ ബെയർ മിനിമം. അവർ ആ എല്ലാ സിറ്റുവേഷനും സാധാരണ പോലീസ് ആര് സംസാരിക്കുന്ന സമയത്ത് മുഴുവൻ അസഭ്യം മാത്രമേ പറയുള്ളൂ എന്നുള്ളൊരു തോന്നല് സിനിമാക്കാർക്കുണ്ട്. കാര്യം എല്ലാ സിനിമകളിലും അങ്ങനെയാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. ആവശ്യത്തിന് മാത്രമേ അവർ ആ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുള്ളൂ. ഈവൻ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഈവൻ ആക്ഷൻ ഹീറോ ബിജു എന്ന റീസെന്റ് ഹിറ്റായ പോലീസിനെ കാണിക്കുന്നതിനേക്കാളും റിയലിസ്റ്റിക് ആയിട്ട് പോലീസിനെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഓൾ ഇൻ ഓൾ ദ ഫിലിം ഇസ് ഗുഡ്. I think you guys should go and watch it. അപ്പൊ നിങ്ങളിപ്പോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു. ഇനി ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. യു ഗോ ആൻഡ് വാച്ച് ഇറ്റ് ആൻഡ് നിങ്ങൾ തീരുമാനിക്കൂ സിനിമ നല്ലതാണോ ചീത്തയാണോ. ഞങ്ങൾ പറയുന്നത് നമ്മൾ പറയുന്നതുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിങ്ക് ഉണ്ടോ എന്ന് നമുക്കും കൂടെ അറിയണമല്ലോ, അല്ലേ? Do you agree with us or you completely do not agree with us? Let us know, right? അതെ. So thank you so much. Bye. Next film കാണാം. അതെ, ബിരിയാണി കഴിക്കാൻ പോട്ടെ. ബിരിയാണി കഴിക്കാൻ പോട്ടെ. ശരി.